എല്ലാവർക്കും ടോണിച്ചേട്ടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ്. വേറൊന്നുമല്ല, കാച്ചിൽ റോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കാച്ചിൽ റോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കാച്ചിൽ മാന്തി എടുക്കണം. അപ്പോൾ നമ്മളത് കാച്ചിൽ മാന്താൻ തുടങ്ങിയിട്ടുണ്ട്. അതവനെ ഏകദേശം ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാച്ചിൽ ഇപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം വലിയൊരു കാച്ചിലാണ്. അങ്ങനെ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ കാച്ചിൽ മാന്തി പുറത്തെടുത്ത് കഴിഞ്ഞു. ഇനി അവനെ നമ്മൾ ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ആവശ്യത്തിനുള്ള പീസ് എടുത്ത് മുറിച്ച് ഒന്നുകൂടെ കഴുകി അടുപ്പിലോട്ട് വെക്കണം. ഇവനെ ഇങ്ങനെ മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കുഴിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇച്ചിരി സൂക്ഷിച്ചൊക്കെ എടുക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പാടായിരിക്കും. പിന്നെ അടിയിലോട്ട് വീണ്ടും വീണ്ടും മാന്താൻ നിൽക്കണം. നമ്മൾ സൂക്ഷിച്ച് സൈഡൊക്കെ മാന്തി മാന്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ കിട്ടും. എന്താ വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിനി ഇതിൻ്റെ അകത്ത് നിന്നാണ് എടുക്കുന്നത്. ഫ്രഷ് കാച്ചിലായതുകൊണ്ട് പെട്ടെന്ന് വേകും. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം പരുവത്തിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ആ ഒരു പരുവത്തിലാകുമ്പോഴേക്കും തന്നെ നിർത്തി നമുക്ക് വെള്ളം ഊറ്റിയൊക്കെ എടുക്കണം. അപ്പോൾ ഏകദേശം വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവനെ ഒന്ന് ഊറ്റാം അല്ലേ. വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെക്കാം. വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചു നമ്മളെ. ഇനി നമ്മൾ നേരെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് ഇനി നമുക്ക് കടുകൊക്കെ അങ്ങോട്ട് പൊട്ടി. വെളിച്ചെണ്ണ അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കടുക് അങ്ങോട്ട് വാരിയിടാം. കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില അങ്ങോട്ട് വാരി അങ്ങോട്ട് വേതറാം. അപ്പോൾ അവനൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചെറിയ ഉള്ളിയും ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് എന്നിട്ട് ഒരുവിധം വഴറ്റിയെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു വഴറ്റിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർക്കണം. മസാല ഒരുപാടൊന്നും വേണ്ട. നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു പേരിന് കുറച്ച് മീറ്റ് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല വേണ്ടാത്തവർ ഇടണ്ട. മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇട്ട് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നല്ല ഡ്രൈ ആകും നമ്മുടെ പൊടിയെല്ലാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ, കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലിട്ടാണ് നമ്മൾ ഇനി കാച്ചിൽ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണേ. എണ്ണ ഒഴിച്ചൊന്ന് ചൂടായിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാച്ചിലൊക്കെ അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒരുവിധം മൊരിച്ചൊരു റോസ്റ്റ് പരുവത്തിലെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ആ കാച്ചിലങ്ങോട്ട് തട്ടി നന്നായിട്ട് കാച്ചിലിട്ടൊന്ന് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നമുക്കിവനെ നല്ലപോലെ റോസ്റ്റാക്കി എടുക്കണം. അപ്പം നമ്മുടെ കാച്ചിൽ റോസ്റ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം റോസ്റ്റായി വരുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും എല്ലാവരും കാച്ചിൽ കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം മറക്കരുത്, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ടോണിച്ചേട്ടൻ വ്ലോഗ്സ് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.